ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണ പരിധിയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും ഉൾപ്പെടുത്തുന്നു. തന്ത്രി കണ്ഠര് രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും SIT സംഘം മൊഴിയെടുത്തിരുന്നു. മൊഴിയിൽ നിന്നുമാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഷീജ അതിൻ്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിലേക്കൊക്കെ പോകുന്നത്. അയ്യപ്പൻ്റെ വാഹനമായ കുതിര, അതാണ് കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ രാജ്കുമാറും നൽകിയത്. ഷീജ, ഏതൊക്കെ തരത്തിലാണ് ഇതിനെ കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കുന്നത്? വലിയ തിരിച്ചടി തന്ത്രി കണ്ഠർക്ക് വരികയാണ് അല്ലേ? തീർച്ചയായും. അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിന്റെ പരിധിയിലേക്ക്, അന്വേഷണ പരിധിയിലേക്ക് കൊടിമരം മാറ്റിയത് കൂടി വരുന്നു എന്നുള്ളതാണ്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസും കടന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരിൽ നിന്ന് തന്ത്രിയുടെ വിഷയത്തിൽ, തന്ത്രിയുടെ ഇതിനകത്തുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ മൊഴി ശേഖരിച്ചിരുന്നു. ഇതിലാണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുകയുണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് വരുന്നതും. 2017 അതായത് കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത്. ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്ന സമയത്താണ് വാജിവാഹനം, അതിന് ആ കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം അത് തന്ത്രിയെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ അതേ വാജിവാഹനമാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നതും കോടതിയിലടക്കം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ സമഗ്രമായ രീതിയിൽ തന്നെ പരിശോധിക്കാനാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായി കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ കൃത്യമായി പരിശോധിക്കാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും SITയും ദേവസ്വം വിജിലൻസും കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അജിംഷാദ്. തീർച്ചയായും UDFന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ആകുന്ന UDF നിയമിച്ച ആ ദേവസ്വം പ്രസിഡന്റിന്റെ കാലത്ത്, അതായത് 2017 പോലും ഈ കൊടിമരം മാറ്റുന്നത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുകയാണ് എന്നതാണ്. ഇതായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പറഞ്ഞിരുന്ന ആവശ്യം, വിശ്വാസികളുടെ ആവശ്യം അതായിരുന്നു. ആ രീതിയിലേക്ക് തന്നെ ഈ അന്വേഷണം നീങ്ങുന്നു എന്നതാണ്. തുടക്കം മുതലുള്ള ഇതിൻ്റെ ക്രമക്കേടുകൾ ഒക്കെ വ്യക്തമാക്കാനായി എന്തായാലും അന്വേഷണത്തിലെ കൃത്യമായ പുരോഗതി, ഇതാണ് ഷീജയും വിവരങ്ങളായി നൽകുന്നത്.